പാലപ്പള്ളി രാവിലത്തെ ലൈവ് കാണിച്ചുതരാം. ശ്യാംബാബു നല്ല അവിടെ തെറി പറയരുത്. ഇവിടെ രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആളുകൾ കച്ചവടക്കാരാണ്. ആള് 600 പറയുന്നത്, 200 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആള് 400 ലാസ്റ്റ് തരാന്ന് പറയുന്നത്. ആൾക്കാരെങ്കിലും ഭയങ്കര നഷ്ടമാവും എന്നൊക്കെയാണ് പറയുന്നത്. കാലങ്ങളായിട്ട് വരുന്ന ഒരാളാണ്. എത്ര വർഷമായി ഇവിടെ? എത്ര വർഷമായി? വാഴപ്പള്ളിയിൽ ബിസിനസ് ചെയ്യണം. പിന്നീട് ആള് 25 വർഷമായി. 25 വർഷം. പിന്നെ ആൾക്ക് ഇവിടെ കൊറേ ബന്ധങ്ങളുണ്ട് കേട്ടോ. ഒബാമ ഇത് പക്ഷെ വേമ്പോരാ ചിമ്മിനി ഡാമിലേക്ക് പോണ്ടെന്ന് റാംബാബു ചിമ്മിനി ഡാമിൽ പോണ്ട. ഇല്ല, ആനയുണ്ട്. ആന പുതപ്പ് പൊളിക്കാനുള്ള ആനയുണ്ട് അവിടെ. 30 ആനയുണ്ട് വഴിയില്. പുതിയ ആന. സൂപ്പർ ആനയാ. കൊമ്പൊക്കെ ഈ വണ്ണത്തില് 6 ആന. രാത്രി 9 ഞങ്ങളോട് പോയി. ഞങ്ങൾക്ക് എത്തിയില്ല. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് ആൾക്കാർ ആനയുണ്ട്. ഞങ്ങള് ഹാപ്പി പോകല്ലേ. അപ്പൊ ഇവിടെ കുറെ ആൾക്കാർ വന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ പട്ടാമ്പയിലുള്ള കുട്ടമ്പിള്ള ആള് ലോട്ടറി കച്ചവടമാണ്. ആള് ലോട്ടറി കൊണ്ടുവരും. കുറെ ആൾക്കാരവിടെ ലോട്ടറി കൊടുക്കും. എങ്ങനെയുണ്ട് യുദ്ധം? അമേരിക്കയിൽ നിർത്തിയാ അവർക്ക് കൊള്ളാം. ഇവിടെ പല പല ബിസിനസ്സുള്ള ആൾക്കാർ വരും. എല്ലാ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തും. ആനേനെ ഇനിയിപ്പോ ഞങ്ങൾക്കൊന്നും കണ്ട് ആനേനെ പേടിയില്ലാതായി. ആന എന്താന? ആനക്ക് നമ്മളെ കാണുമ്പോ പേടി. അതാണ്. കേൾക്കുന്നുണ്ടോ? ലൈവാ അങ്ങനെ ഇത് മൈക്ക ഒതുക്കി പോട്ടെ. പോട്ടെ. മെയിൻ കണ്ടക്ടർ ദാതയാണ് ആള്. പഴയ ദാതയാണ്. പക്ഷെ ഇപ്പൊ ആള് ഒതുങ്ങി. കുടുംബത്തിലെ കുടുംബനാഥൻ. ഊണ് കിട്ടിയില്ല. ലൈവ് അതല്ലേ റാംബാബുവിന്റെ പെണ്ണൊക്കെ കാണണ്ടാവും ഇപ്പൊ രാജസ്ഥാനില്. പഴയ പോലീസുകാരനാണ് ഇവിടെ. ദുബായ് പോലീസ്. സൗദിയിലത്തെ പോലീസായിരുന്നു. അവിടുന്ന് ലാസ്റ്റ് പെൻഷൻ പറ്റി പോകുന്നുണ്ട് ആണ്. ഒന്ന് കച്ചവടം നടന്നില്ലേ? ചെലവായില്ല. മഴ കാരണാണോ? വീട്ടിലെ ആൾക്കാരില്ല. 9 ആൾക്കാരും ഞങ്ങളെ ലക്ഷ്യമാക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഇവിടുത്തെ പശുക്കളൊക്കെ കയറ് പിടിച്ച് പോകുന്നാണ് പറഞ്ഞത്. അത് കാരണം ഞാൻ പാടുന്നില്ല. ഒബാമ അവിടെ ഭയങ്കര തള്ളിലാണുള്ള. ഇവിടെ ആനേനെ കാണാനാണ് ആൾക്കാർ ഇത്ര തിരക്ക്. ഇന്ന് വഴിയിൽ കംപ്ലീറ്റ് ആനയാണ്.